ഹായ് കവിത. ഉം. സോ നമ്മുടെ ഈ ഒരു HOF പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആ, കവിതനെ സ്വയം പരിചയപ്പെടുത്താമോ? കവിത എന്താണ് ചെയ്യുന്നത്? എവിടെ നിന്നാണ്? കവിതയുടെ ഒരു ചൈൽഡ്ഹുഡ് ഒക്കെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. Okay. എന്റെ പേര് കവിത സന്തോഷ് ലാൽ. ഞാൻ ബേസിക്കലി ഐ എം ഫ്രം കൊച്ചിൻ. എന്റെ ഫാദർ കൊച്ചിൻ ഷിപ്പ്യാർഡിലായിരുന്നു. ഞാൻ സ്കൂളിംഗ് എല്ലാം ചെയ്തത് സെന്റ് തെരേസാസിൽ നിന്നാണ്. അത് കഴിഞ്ഞ് പിന്നെ കോളേജ് എഡ്യൂക്കേഷനും MBA എല്ലാം ഞാൻ ഇവിടെ കേരളത്തിൽ നിന്ന് തന്നെയാണ് ചെയ്തത്. പിന്നെ MBA ആഫ്റ്റർ മാരേജ് ആണ് ഞാൻ ആക്ച്വലി ചെയ്തത്, BBA കഴിഞ്ഞിട്ട്. BBA കഴിഞ്ഞ് ഞാനൊരു 4 years അഡ്മിൻ ആൻഡ് HR വർക്ക് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3 years കൂടി ഞാൻ വർക്ക് ചെയ്തു. ബിസിനസ് ഞാൻ സ്റ്റാർട്ടപ്പ് ചെയ്തിട്ട് പിന്നെ ഒരു 15 years ആണ് ഇപ്പൊ ആയിരിക്കുന്നത്. ഓക്കെ. എന്തുകൊണ്ടാണ് ജോലിയിൽ നിന്നും ബിസിനസ്സിലേക്ക് മാറാനുണ്ടായിട്ടുള്ള ഒരു കാരണം? ആക്ച്വലി ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ വർക്ക് ലൈഫ് ബാലൻസ് തന്നെയാണ്. ഓക്കെ. കാര്യം ജോലി എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ടൈം മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ കുട്ടികളുടെ കാര്യം, വീട്ടിലെ കാര്യങ്ങള്. അപ്പൊ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ബെറ്റർ ഒരു ഓൺടർപ്രിന്യൂർ ആയിട്ട് ഇരിക്കുക എന്നുള്ളത്. ആക്ച്വലി ഒരു മോം ആയി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള കുറെ റെസ്പോൺസിബിലിറ്റീസ് ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് റിയലി ഒരു വർക്ക് ലൈഫ് ബാലൻസ് ആണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് വരുന്നത്. യെസ്. സോ വാട്ട് അബൌട്ട് യുവർ ഫാമിലി? ഫാമിലി, ഹസ്ബൻഡ് മെർച്ചന്റ് നേവിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഹീസ് വർക്കിംഗ് ആസ് സെക്കൻഡ് ഓഫീസർ. പിന്നെ എനിക്കൊരു ഡോട്ടർ ഉണ്ട്. മോള് 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞു, ഇപ്പൊ പാസ് ഔട്ട് ആയി. മോൻ 8th സ്റ്റാൻഡേർഡിൽ. രണ്ടുപേരും ഭവൻസ് ആദർശയിൽ പഠിക്കും. സോ ഇതിൽ ചോദിക്കാനുള്ളൊരു കാര്യം, ഒരു കൊറിയർ ബിസിനസ് എന്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്? യൂഷ്വലി സ്ത്രീകളെ ഒത്തിരി കടന്നു വരാത്തൊരു മേഖലയാണ്. അപ്പൊ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഉദ്ദേശിച്ചപ്പോഴത്തേക്ക് എന്തുകൊണ്ടാണ് കൊറിയറിലേക്ക് വന്നത്? ഒരു കൊറിയർ ഏജൻസി, ഒരു ഇന്റർനാഷണൽ കൊറിയർ ഏജൻസി എന്നുള്ള ഒരു ഇതിലേക്ക്. ആക്ച്വലി ഞാൻ കോൺഫിഡൻസ് ആയിട്ടാണ് ഇതിലേക്ക് വരാൻ കാര്യം ഫസ്റ്റ് നമ്മള് ഒന്ന് രണ്ട് ബിസിനസ് കാര്യങ്ങൾ എന്റെ ഹസ്ബൻഡിന് ഒത്തിരി ഇഷ്ടമായിരുന്നു എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ പുള്ളി മെർച്ചന്റ് നേവിയിലായതുകൊണ്ട് പുള്ളിക്ക് 6 months കൂടുമ്പോഴേ വരാൻ പറ്റുള്ളൂ. അപ്പൊ ഒത്തിരി പാഷനേറ്റ് ആയിരുന്നു പുള്ളി. അപ്പൊ ആക്ച്വലി ഹസ്ബൻഡാണ് എന്നെ ഇതിലേക്ക് ഡ്രൈവ് ചെയ്തത്. കാര്യം നീ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്, ബിസിനസ് നിനക്ക് നന്നായിട്ട് ചേരുമെന്ന് ഹസ്ബൻഡാണ് ശരിക്കും ഫസ്റ്റ് സജസ്റ്റ് ചെയ്തത്. അപ്പൊ ഞാൻ ആദ്യം ഫസ്റ്റ് സ്റ്റേജിൽ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ബിസിനസ് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര റിസ്ക് ആണെന്നും അതിന്റെ കുറെ കാര്യങ്ങൾ നമ്മൾ MBA പഠിച്ചാലും നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ട് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടെന്നും എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആക്ച്വലി വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. ബിസിനസ്സിൽ എനിക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ല. അപ്പൊ ഭയങ്കര റിസ്ക് ഫാക്ടർ എടുത്തിട്ടാണ് ഞാൻ മുന്നോട്ട് വന്നത്. പക്ഷെ നന്നായിട്ട് ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്തു. ഹസ്ബൻഡ് മാത്രമല്ല എന്റെ ഫാദറും സപ്പോർട്ട് ചെയ്തു. ഫാദർ ഫസ്റ്റ് ഞാൻ ബിസിനസ് തുടങ്ങിയപ്പോൾ തന്നെ ഹസ്ബൻഡിന്റെ ഒപ്പം തന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അച്ഛനായിരുന്നു കടയിലൊക്കെ ഇരുന്നത്. ഫസ്റ്റ് ഞങ്ങൾക്കൊരു ചെറിയ ഷോപ്പ് മാത്രമായിരുന്നു സ്റ്റാർട്ട് ചെയ്തപ്പോൾ. എന്റെ വീടിന്റെ അടുത്ത് തന്നെയായിരുന്നു. പിന്നെ ആ ഷോപ്പ് ഒരു 5 years കഴിഞ്ഞ് നമ്മൾ അത് വൈൻഡപ്പ് ചെയ്തു. പിന്നെ നമ്മൾ ഒരു ഓഫീസ് റെന്റ് ഔട്ട് ചെയ്തു. പിന്നെ വേറെ 2 ഓഫീസായി. പിന്നെ ഞാൻ 2 years ബാക്ക് നമുക്ക് സ്വന്തമായിട്ട് ഒരു കോർപ്പറേറ്റ് ഓഫീസ് മേടിക്കാൻ സാധിച്ചു വാഴക്കാലിൽ. ഇപ്പൊ ഞങ്ങൾക്ക് 3 ഓഫീസസ് ഉണ്ട് കൊച്ചിയിൽ. എക്സലന്റ്. സോ പറഞ്ഞതുപോലെ ഒരു ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കുറെ ചാലഞ്ചസ് ഉണ്ടാവും, റൈറ്റ്? അത് ഓൾറെഡി ഇപ്പൊ കവിത പറഞ്ഞു. നമുക്ക് ഈ പറഞ്ഞതുപോലെ പ്രത്യേകിച്ചും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നമ്മൾ ഈ പുറമേ നിന്ന് കാണുന്നത് പോലെയല്ല. ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഉത്തരവാദിത്തത്തോടു കൂടി നമ്മുടെ ഓൺ റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറും. എന്ത് സംഭവിച്ചാലും ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും വാട്ട് എവർ, അതെല്ലാം നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു 15 yearsന്റെ ഒരു ജേർണിയിൽ കവിത അതിൽ നിന്നും, അല്ലെങ്കിൽ കവിതയെ അത്രയും ഒരു 15 വർഷം ഒരു ബിസിനസ് റൺ ചെയ്ത് കൊണ്ടുവന്ന് പറഞ്ഞ ഇറ്റ്സ് എ ബിഗ് തിങ്. കാരണം നമുക്കറിയാം, സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ നാട്ടിലെ ഇന്ത്യയിലെ മൊത്തത്തിലുള്ള ഒരു ബിസിനസ്സുകളുടെ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് 2 yearsൽ തന്നെ 80% ബിസിനസ്സും ക്ലോസ് ആയി പോകുന്ന ഒരു നാടാണ് ഇന്ത്യ. സോ അവിടെ ഒരു മോംപ്രനർ വന്നിട്ട് ഒരു 15 years ആയിട്ട് സ്വന്തം ബ്രാൻഡിനെ മുന്നോട്ട് കൊണ്ടുവന്നു, അതും ഒരു ഇന്റർനാഷണൽ കൊറിയർ ഏജൻസി. സോ അവിടെ ഒരുപാട് ചാലഞ്ചസ് ഉണ്ടാവും, റൈറ്റ്? ഡോക്യുമെന്റേഷൻസ് ഒക്കെ ഒത്തിരി നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ കസ്റ്റമർ ഹാൻഡ്ലിങ് കുറച്ച് അധികം ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ് എന്ന് പറയുമ്പോഴത്തേക്കും. ആക്ച്വലി ഞാനൊരു ഫ്രാഞ്ചൈസി ഒരു കമ്പനിയുടെ സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടാണ്. കാര്യം നമ്മളൊരു കാര്യം പഠിക്കാതെ നമുക്ക് അതിലേക്ക് കൂടുതൽ നമ്മുടെ ഓൺ ബ്രാൻഡായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് ആക്ച്വലി കാര്യങ്ങൾ പഠിച്ചു വേണം നമ്മൾ തുടങ്ങാൻ എന്നുള്ളൊരു
അഡ്വൈസ് ഹസ്ബൻഡ് തന്നിരുന്നു. എനിക്കും അത് ഫീൽ ചെയ്തു. അപ്പൊ ഞങ്ങളൊരു ഒരു ഏജൻസിയുടെ, ഒരു ഡൊമസ്റ്റിക് കൊറിയർ സർവീസ് ഏജൻസിയുടെ ഒരു ഫ്രാഞ്ചൈസിയാണ് ഫസ്റ്റ് ഞങ്ങൾ തുടങ്ങിയത്. ഇത് പാലച്ചുവടായിരുന്നു, കാക്കനാട് പാലച്ചുവടാണ് നമ്മളൊരു ഓഫീസ്, ചെറിയൊരു ഓഫീസ്. ഞാനും ഫാദറും പിന്നെ ഒരു സ്റ്റാഫും മാത്രമായിരുന്നു ഇരുന്നത്. ഒരു 200 സ്ക്വയർ ഫീറ്റ് സ്പേസ് ഉണ്ടായിരുന്നത്. അപ്പൊ ആക്ച്വലി ഇത് ചെയ്യുമ്പോൾ തുടക്കത്തിൽ ഒരുപാട് ഡെലിവറി ഇഷ്യൂസ് അങ്ങനെ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു. അപ്പൊ ഇതൊരു 3 ഇയേഴ്സ് കഴിഞ്ഞപ്പോഴാണ് നമ്മളിത് റിയലൈസ് ചെയ്യുന്നത്. ഇത് സ്വന്തമായിട്ട് നമ്മളൊരു ബ്രാൻഡായിട്ട് തുടങ്ങുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്യാനും പറ്റും. പിന്നെ ഇന്റർനാഷണൽ ആണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഇൻഫർമേഷനും കൂടി നമുക്ക് ഇതിൽ നിന്ന് കിട്ടി. അപ്പൊ ഞാൻ പിന്നെ ഇന്റർനാഷണൽ ബ്രാൻഡ് എങ്ങനെയാണ് നമുക്ക് അതിന്റെ അക്കൗണ്ട് എടുക്കാൻ പറ്റുക, അതിന്റെ സാധ്യതകൾ എങ്ങനെയാണെന്നുള്ളതൊന്ന് സ്റ്റഡി ചെയ്തു. പിന്നെ ഒരു 5 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ആക്ച്വലി നമ്മള് ടോട്ടൽ 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്വന്തം ബ്രാൻഡ് കൊറിയർ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്തത്. കാര്യം അപ്പോഴത്തേക്കുമാണ് നമുക്ക് അത്ര ഒരു 5 ഇയേഴ്സ് കൊണ്ട് അതിന്റെ ഒരു ചെറിയ നോളജ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ബിസിനസ് കൂടി നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ട് എക്സ്പോർട്ട് എല്ലാം വരുന്നത് കൊണ്ട് എല്ലാ ദിവസവും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അധികം ഫ്രാഞ്ചൈസീസ് അങ്ങനെ കൊടുത്തിട്ടില്ല. ബിക്കോസ് അത് കുറച്ച് കൂടുതൽ എഫേർട്ട് എടുത്ത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് വന്നിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓൾ കേരള ഫ്രാഞ്ചൈസി എനിക്ക് കൊടുക്കണം എന്നുണ്ട്. പക്ഷെ അത് ഇതുവരെ നെക്സ്റ്റ് ഇയറിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ, ഈ വർഷം ലാസ്റ്റ് ഒരു 9 ഫ്രാഞ്ചൈസീസ്. അപ്പൊ അത് കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക് അത് ചെയ്ത് വിജയിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതും ഞാൻ കുറച്ച് വുമൺ ഓൺടർപ്രിനേഴ്സിനെയാണ് ഞാൻ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം കുറച്ചുകൂടി എല്ലാ കാര്യങ്ങളും അവർക്ക് ഒരു മൾട്ടി ടാസ്കേഴ്സ് ആയിട്ട് അവർക്ക് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. യെസ്, സൂപ്പർ സൂപ്പർ, ദാറ്റ്സ് ആൻ ഓസം വിഷൻ. വളരെ സന്തോഷം. സോ എങ്ങനെയാണ് ഈ പറയുന്ന സെയിൽസ്, മാർക്കറ്റിംഗ്, ഈ ഒരു ബിസിനസിന്റെ ഗ്രോത്തിനെ കവിത ഹാൻഡിൽ ചെയ്തത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പം കവിത ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഇത്രയും ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്ത് സ്റ്റാഫുകളെ ഒക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി നമ്മൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതിനെയൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? ആക്ച്വലി ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് അതിന്റെ ഒന്നും ആവശ്യകത ഉണ്ടായിരുന്നില്ല. ഓൺ ബ്രാൻഡ് ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് ഐ മീൻ ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് IT അങ്ങനെ എല്ലാം ഭാഗത്തുനിന്ന് നമുക്ക് ആ ഒരു സപ്പോർട്ട് വരാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്റ്റേജ് ആയിരുന്നു. അത് തന്നെ ഇത് പഠിച്ചു കഴിഞ്ഞ സമയത്ത് തന്നെ ഞാൻ ഓരോ പൊസിഷനിലേക്കുള്ള ആളുകൾക്ക് അത് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊരു ഫസ്റ്റ് ഒരു പ്രോസസ് ഓറിയന്റഡ് ആക്കി എടുക്കാനുള്ളൊരു ഇതാണ് ബേസിക് സ്റ്റെപ്പിൽ ചെയ്തത് ഫസ്റ്റ് ആണ്. പക്ഷെ അതുകൊണ്ട് എനിക്ക് കുറച്ച് മീൻസ് നമുക്ക് പരിചയമുള്ള കുറച്ച് ആളുകളെ കൂടെ കിട്ടി. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, രമ്യ. അപ്പൊ രമ്യ ഉണ്ട്, പിന്നെ വേറെ അങ്ങനെ ഒരു നല്ലൊരു ടീം നമുക്കൊരു ലൈക്ക് നമ്മുടെ സ്വന്തത്തിലുള്ള ഒരു ടീം പോലെ അങ്ങനെ ഒരു ടീമിനെ കിട്ടി, നല്ല സ്റ്റാഫ് മെമ്പേഴ്സിനെ കിട്ടി കുറച്ച് പേരെ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു നല്ല ടീമായിട്ട് ഡെവലപ്പ് ചെയ്തപ്പോൾ അത് കുറച്ച് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായി. അപ്പൊ അക്കൗണ്ട്സ് ആൻഡ് HR ഒരാൾ ഹാൻഡിൽ ചെയ്യും. IT സെഗ്മെന്റ് ആക്ച്വലി എന്റെ ബ്രദർ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ബ്രദറിന്റെ ഒരു ഫ്രണ്ടും ബ്രദറും കൂടിയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കുറച്ച് പിന്നെ ഈ വർഷമാണ് ആക്ച്വലി എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ സാധ്യത കൂടുതൽ മനസ്സിലാക്കി. അത് ഞാനൊരു പുതിയ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിനെ കൂടി നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഇപ്പൊ പുതിയതായിട്ട് ചെയ്യുന്നത്. ഇനി നമ്മളൊരു സോഫ്റ്റ്വെയറും കൂടി ഡെവലപ്പ് ചെയ്യണം എന്നുണ്ട്, ഓൺ സോഫ്റ്റ്വെയർ. അപ്പൊ അതാകുമ്പോ എല്ലാം ഒരു പ്രോസസ്സിലേക്ക് വരും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഓക്കെ കവിത, വളരെ സന്തോഷം. സോ എൻ്റെ ഫാമിലി നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നത് വലിയൊരു കാര്യം തന്നെയാണ്, റൈറ്റ്? നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ ഫാമിലി ഇൻവോൾവ് ആകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് സ്ട്രോങ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതെ, തീർച്ചയായും. യെസ്, യെസ്. സോ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് കവിത ഐ തിങ്ക് ഫെബ്രുവരിയിലാണ് വരുന്നത് അല്ലെ? സോ എന്തായിരുന്നു ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരാനുള്ള ഒരു റീസൺ എന്തായിരുന്നു? റീസൺ ആക്ച്വലി ഞാനിങ്ങനെ പല കാര്യങ്ങളും ലേൺ ചെയ്ത് വരുന്ന കൂട്ടത്തിൽ ഞാനൊരു ഗൂഗിളിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടായിരുന്നു. അപ്പൊ ആ ഗൂഗിളിന്റെ അഡ്വർടൈസ്മെന്റ് കണ്ടപ്പോ അതിലിങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പഴയ രീതിയിലല്ല ചിന്തിക്കേണ്ടത്. എന്ന് വെച്ചാൽ അത് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കറക്റ്റ് ആയിട്ട് അതിന്റെ എന്താ വേർഡ്സ്. പക്ഷെ അതിങ്ങനെ പഴയ രീതിയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പഴയ ഇതിലേക്ക് പോകും. കാരണം നമ്മളിപ്പോ തന്നെ ഇപ്പൊ കേരളത്തിലെ ഇന്ത്യയിൽ എടുത്തോടെ നമ്മള് ബാക്കിയുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജീസിനെ സംബന്ധിച്ച് നമ്മൾ 10 ഇയേഴ്സ് ബാക്കിലാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മള് കുറച്ചും കൂടി മുന്നോട്ട് നല്ല രീതിയിൽ പോയില്ലെങ്കിൽ ഇപ്പൊ ബിസിനസ് എന്നുള്ള എല്ലാ ഇപ്പൊ ജോലിക്കാണെങ്കിലും ബിസിനസ് എല്ലാം അത് പ്രോബ്ലം വരുന്നുള്ള ഒരു അഡ്വർടൈസ്മെന്റ് എന്തോ ആണ് സംതിങ്. അപ്പൊ അത് കണ്ടപ്പോ ഞാനിങ്ങനെ ഗൂഗിളിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഒരു ചെറിയൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തു. പക്ഷെ ആ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോഴേ എനിക്ക് മനസ്സിലാവുന്നു ഞാൻ ഇത്രയും ഒന്നും എനിക്ക് അറിയില്ല എന്നുള്ളത് ആക്ച്വലി ആ സമയത്താണ് മനസ്സിലായത്.
പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഇമ്പോർട്ടൻസ് ഞങ്ങൾ കുറച്ച് നാള് ചെയ്തപ്പോ തന്നെ എനിക്ക് ക്ലിയർ ആയി. പക്ഷെ അവരെന്താ ചെയ്യുന്നതെന്നുള്ള എനിക്ക് മനസ്സിലാവുന്നില്ല ആക്ച്വലി. അല്ലെങ്കിൽ അവർക്ക് എന്താ പറഞ്ഞു കൊടുക്കേണ്ടതെന്നും എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ഒന്ന് ലേൺ ചെയ്തിട്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്കത് ക്രിയേറ്റീവ് ആയിട്ട് എനിക്കത് ചെയ്തു തരാൻ പറ്റും. ഇപ്പൊ വീഡിയോസ് ഒക്കെ അവർക്ക് ഷൂട്ട് ചെയ്ത് തരാൻ പറ്റും. പക്ഷെ നമ്മളാണല്ലോ അതിന്റെ മെയിൻ കണ്ടന്റ്സ് ഒക്കെ നമ്മൾ തന്നെ ശരിക്കും കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ കൊടുത്തു നോക്കി കഴിഞ്ഞപ്പോ നല്ല റെസ്പോൺസ് വരാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത് അതിന്റെ ഇമ്പോർട്ടൻസ് ആക്ച്വലി. ഈ വർഷമാണ് ശരിക്കും മനസ്സിലായത്. അപ്പൊ കൂടുതൽ അതിലേക്ക് ഞാൻ സ്റ്റഡി ചെയ്യാമെന്ന് വിചാരിച്ചത് അതുകൊണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു മാമിന്റെ മിക്ക ക്ലാസ്സും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. പല പല പ്രോബ്ലംസ് കാരണം. കുറച്ച് ഞാൻ സ്കിപ്പ് ആയിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക്. അപ്പൊ പേഴ്സണലി പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ബിസിനസ് വൈസ് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് എനിക്ക് അത് ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറെ ക്ലാസ് പക്ഷെ ഞാനത് മറ്റേ റെക്കോർഡ് ക്ലാസ് എല്ലാം ഞാൻ എനിക്ക് തോന്നുന്നു രാവിലെ ഞാൻ ഒരു 5 to 7 അങ്ങനെ അറ്റൻഡ് ചെയ്ത് ഞാൻ അതെല്ലാം കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു മോർ ആയിട്ടില്ല. ശരിക്കും നല്ലൊരു ജേർണി തന്നെയാണ്. ഞാൻ നോക്കി കാണുമ്പോഴത്തേക്കും നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ആക്ച്വലി എല്ലാത്തിലും വരുന്നുണ്ട്. സോ കവിത നോക്കുമ്പോഴത്തേക്കും എന്തൊക്കെ ചേഞ്ചസ് ആണ് ഇപ്പൊ ഒരു 2 to 3 months കവിതയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു? മെയിൻ ആയിട്ടും നമുക്ക് ഏറ്റവും വലിയൊരു പ്രോബ്ലം ഞാൻ കണ്ടത് എന്റെ അടുത്ത് പറഞ്ഞിരുന്നത്, നമ്മൾ മുന്നേ അച്ചീവ് ചെയ്ത ഒരു റവന്യൂ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല കുറെ നാളുകളായിട്ട്. അപ്പൊ ഒരു ടാർഗറ്റ് വെച്ച് വർക്ക് ചെയ്തു, ആൻഡ് ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്തു, എഴുതി വെച്ചു എന്നൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പൊ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എങ്ങനെയാണ് ആ ഒരു നമ്മൾ പ്ലാൻ ചെയ്ത ഒരു ടാർഗറ്റിനേക്കാളും കൂടുതൽ ടാർഗറ്റിലേക്ക് എത്താൻ വേണ്ടി എന്തൊക്കെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റുകളാണ് കവിത കൊണ്ടുവന്നത്? എവിടേക്കാണ് ഫോക്കസ് ചെയ്തത്? ഇറ്റ് വിൽ ഹെൽപ്പ് അതർ മോംപ്രനേഴ്സ് ഓൾസോ. ഓക്കെ. മെയിൻ പാർട്ട് വന്നത് ഈ ശരിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ തന്നെയാണ് അത് സാധ്യമായത്. കാര്യം ഞാൻ ഗൂഗിളിൽ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്ന ആളായിരുന്നു. പക്ഷെ ഞാൻ ഗൂഗിളിൽ അഡ്വർടൈസ്മെന്റ് നല്ലൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ ഒരു വന്നിട്ടുണ്ടായിരുന്നില്ല. അത് കൊടുക്കുമ്പോൾ കുറച്ച് നമുക്ക് ക്ലയൻസിനെ കിട്ടും. പക്ഷെ അതങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ് പോകുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് 90% ഇൻസ്റ്റയില് 2 വീഡിയോസ് എന്റെ തന്നെ വീഡിയോസ് പോസ്റ്റ് ചെയ്തപ്പോഴാണ് ഇതിന്റെ റെസ്പോൺസ് എനിക്ക് മനസ്സിലാക്കി. ഇവിടെ നിന്നല്ല UK, USA, ഓസ്ട്രേലിയ നിന്നാണ് കോൾസ് വരുന്നത്. അവരും ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അത് 1-2 പേര് കണ്ടു കഴിഞ്ഞ് പിന്നെ അവര് റെഫർ ചെയ്തു. സർവീസ് നല്ലതായതുകൊണ്ട് അവര് പല ഇപ്പൊ നമുക്കതൊരു കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിൽ ഇപ്പൊ നമ്മൾ ഇൻസ്റ്റയിൽ പൈസ ഇടുന്നില്ല ആക്ച്വലി. അത് പൈസ ഇടാതെ തന്നെ നമുക്ക് ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. അല്ല എനിക്ക് തോന്നുന്നു ഒരു ദിവസം തന്നെ നമുക്കൊരു 10-20 എൻക്വയറീസ് വരുന്നുണ്ട്. എല്ലാം കാണുന്നില്ലെങ്കിലും എൻക്വയറീസ് മിനിമം അത്രയും വരുന്നുണ്ട് ഇൻസ്റ്റയിൽ. അപ്പൊ അതൊരു നല്ല ഒരു സൈനാണെന്ന് എനിക്ക് തോന്നുന്നു. യെസ്. അതായത് തീർച്ചയായിട്ടും നമ്മൾ എത്രത്തോളം നമ്മൾ പുറത്ത് അഡ്വർടൈസ്മെന്റ് ചെയ്താലും ആരെയൊക്കെ അപ്രോച്ച് ചെയ്താലും നമ്മളുടെ ബ്രാൻഡിന്റെ ഫേസ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളൊന്ന് ഫേസ് വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ മാറ്റങ്ങൾ വരും. അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കവിത ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് കവിതയുടെ വീഡിയോസ് ഒക്കെ വളരെ നന്നായിട്ട് വളരെ കോൺഫിഡന്റ് ആയിട്ട്, കാരണം ആൾക്കാർക്ക് ഒത്തിരി സംശയങ്ങൾ ഉണ്ടാവും. ഇന്റർനാഷണൽ കൊറിയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളൊരു സാധനം അത്രയും ഇഷ്ടത്തോടു കൂടി അല്ലെങ്കിൽ അത്രയും പ്രധാനപ്പെട്ട ഒരു സാധനം നമ്മുടെ അത്രയും പ്രിയപ്പെട്ടവർക്ക് അയക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോഴത്തേക്കും ഒത്തിരി ടെൻഷൻ ഉണ്ടാവും, ഇത് അതുപോലെ തന്നെ കയ്യിൽ കിട്ടുമോ എന്നുള്ളത്. അപ്പൊ അത് ശരിക്കും വീഡിയോസ് വഴി ആ ഒരു ടെൻഷൻ, ആൾക്കാരുടെ ആ ഒരു പെയിൻ പോയിന്റിനെ, ആ ഒരു ഫിയറിനെ ഓവർകം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഐ റിയലി ലവ് ദാറ്റ്. ഓക്കെ. നമ്മൾ തന്നെ എന്ന രീതിയിലേക്ക് ചെയ്യുമ്പോൾ അതിന്റെ എഫക്ട് എന്താണെന്ന് ക്ലാസ്സിൽ പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ സ്വന്തം ഇത് തന്നെ ചെയ്തത്. ഞാൻ ആക്ച്വലി ബാക്കിൽ നിൽക്കുമായിരുന്നു. പക്ഷെ അത് റീൽസ് വന്നു കഴിഞ്ഞപ്പോ എനിക്കത് റിയലൈസ് ചെയ്തു കറക്റ്റ് ആണ്. എനിക്കൊരു ഞാൻ മുമ്പോട്ട് വരേണ്ട ആവശ്യം ഉണ്ടോ എന്നുള്ളൊരു സംശയത്തിലാണ്. എനിക്ക് അത് ക്ലിയർ ആയി. മനസ്സിലായി. യെസ്, എക്സാക്ട്ലി. ആ സംശയം മാറിയുള്ളത് ഒത്തിരി പേർക്കുള്ള ഒരു സംശയമാണ്. ഞാൻ എന്റെ ഫേസ് കാണിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ? പക്ഷെ ഇപ്പൊ കവിതയ്ക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലായല്ലോ, നമ്മുടെ ഫേസ് കാണിക്കാത്തതും കാണിക്കുമ്പോഴും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. യെസ്. ശരിക്കും എന്തൊക്കെ മൈൽ സ്റ്റോൺസ് അല്ലെങ്കിൽ ബ്രേക്ക് ത്രൂസ് ആണ് കവിത ഇപ്പം ഈ അച്ചീവ് ചെയ്തിട്ടുള്ളത്? അതൊന്ന് ചുരുക്കി പറയാം. എന്തൊക്കെ ബ്രേക്ക് ത്രൂസ്, മൈൽ സ്റ്റോൺസ് ഒക്കെയാണ് ഈ ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റും കാര്യങ്ങളും വന്നപ്പം എന്തൊക്കെയാണ് നമുക്ക് വന്ന ബ്രേക്ക് ത്രൂസ്? ഇത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളൊരു ഐഡിയ കിട്ടി. പിന്നെ ഇവിടെ നമ്മൾ എന്ത് രീതിയിൽ അഡ്വർടൈസ്മെന്റ് ചെയ്താലും അല്ലെങ്കിൽ എന്ത് രീതിയിൽ
ചെയ്താലാണ് ആളുകൾക്ക് കുറച്ചുകൂടി സിമ്പിൾ ആൻഡ് ഇതായിട്ട് അവർക്ക് മനസ്സിലാവാൻ റിയാലിറ്റി നമുക്ക് ശരിക്കും മനസ്സിലായി. ഇപ്പോഴാണ് ആക്ച്വലി അത് എങ്ങനെ ചെയ്താലാണ് എന്താണ് നമ്മുടെ എന്തൊക്കെ കാര്യങ്ങൾ കസ്റ്റമേഴ്സിന് നമ്മൾ അറിയേണ്ട ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് മനസ്സിലായി നമുക്ക്. അപ്പൊ നമ്മള് അവർക്ക് ഉള്ള കോൺസ് ആണ് നമ്മൾ ശരിക്കും റീൽസിൽ പറയുന്നത്, ഇത് അയക്കാമോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അതാണ് കൂടുതലും ഇൻഫർമേഷൻസ് ആണ് ആക്ച്വലി ആളുകൾക്ക് അറിയേണ്ടത്. നമ്മുടെ കാര്യങ്ങൾ കൂടുതലും അല്ലെങ്കിൽ കമ്പനിയുടെ കാര്യങ്ങൾ കൂടുതൽ അവർക്ക് എൻക്വയറീസ് ഒത്തിരി ഉണ്ടാവും കൂടുതലാകുമ്പോൾ ഇതില് ഓരോ രാജ്യങ്ങളിലും. പിന്നെ അവർക്ക് ഒത്തിരി ചാർജസ് വരും എന്നുള്ളൊരു പേടി കൊണ്ടാണ് പലരും ഇത് അയക്കാത്തത്. ഇപ്പോ മൊത്തത്തില് നോക്കുമ്പോഴത്തേക്കും ഹൗ ഡു യു ഫീൽ അബൌട്ട് യുവർ സെൽഫ് ടുഡേ വേഴ്സസ് വെൻ യു സ്റ്റാർട്ടഡ്? ഒരു ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എക്സലന്റ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാര്യം ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല സാധാരണ ഒരു വീട്ടമ്മയ്ക്ക് ഇത്ര നല്ല രീതിയിലേക്ക് ചെയ്യാൻ പറ്റും. ബിസിനസ് വൈസ് ആണെങ്കിൽ ഇപ്പൊ ഞാൻ എന്റെ ഓഫീസിന്റെ ലോൺ ഞാൻ തന്നെ അടയ്ക്കുന്ന, ഞാൻ SUV ഒരു വണ്ടി എടുത്തു, ഞാൻ തന്നെ അതിന്റെ ലോൺ എടുത്തു. കഴിഞ്ഞ വർഷം ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് നല്ല വണ്ടി എടുക്കാൻ. ബാക്ക് പെയിൻ ഉണ്ട്, അപ്പൊ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഹസ്ബൻഡിന് അല്ലെങ്കിൽ ഹസ്ബൻഡ് ഈസി ആയിട്ട് മേടിച്ചു തരും, കാര്യം ഷിപ്പിലായതുകൊണ്ട് ഫിനാൻഷ്യലി വലിയ പ്രശ്നമില്ല. പക്ഷെ സ്വന്തമായിട്ട് ഞാൻ തന്നെ മേടിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ എന്നാലും ലാസ്റ്റ് ഇയർ മേടിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാം നമുക്കത് നമ്മുടെ ആഗ്രഹങ്ങൾ മാത്രമല്ല, നമുക്കൊരു ടീമുണ്ട്, പിന്നെ നമുക്ക് സൊസൈറ്റിയിൽ ഒരു വാല്യൂ നമുക്ക് ഉണ്ട്. നമ്മള് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ഇപ്പം എന്റെ അമ്മയ്ക്കാണെങ്കിലും അച്ഛനാണെങ്കിലും അവർക്ക് എവിടെയെങ്കിലും പോകണം, എന്തെങ്കിലും ഒരു സാധനം വേണം, എനിക്ക് തന്നെ അവർക്ക് എല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ ഭയങ്കര നല്ലൊരു ചേഞ്ച് ദൈവം എന്തായാലും ബ്ലെസ്ഡ് എന്ന് തന്നെ പറയാം. എനിക്കത് ഭയങ്കര പ്രൗഡായിട്ട് എനിക്കും തോന്നുന്നു. പിന്നെ എനിക്ക് കൂടെ ഒരുപാട് പേര് എനിക്കും ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. മെയിനായിട്ട് വുമൺ എന്റർപ്രിനേഴ്സ് ആയിട്ട്, അല്ലെങ്കിൽ എന്റെ ടീമിലാണെങ്കിലും എടുക്കുന്ന സ്റ്റാഫ് എല്ലാം ഞാൻ കൂടുതൽ ലേഡീസിനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. എന്റെ സ്റ്റാഫ് കൂടുതൽ ലേഡീസ് തന്നെയാണ് എല്ലാം. കമ്മ്യൂണിറ്റി എങ്ങനെയൊക്കെയാണ് കവിതനെ ഈ മുന്നോട്ടുള്ള ജേർണിയിൽ ഹെൽപ്പ് ചെയ്യുന്നത്? അതൊന്ന് പറയാമോ? ലൈക്ക് നമ്മുടെ വീക്ക്ലി മീറ്റിംഗ്സ്, ഹാക്കത്തോൺസ്, ഇതൊക്കെ എങ്ങനെയാണ് ആ ഒരു മുന്നോട്ടുള്ള ജേർണിയിൽ ഹെൽപ്പ് ചെയ്യുന്നത്? ആക്ച്വലി വീക്കിലി അപ്പൊ ഓരോ വീഡിയോസ് ഞാൻ രാവിലെ തന്നെ, എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് അത് ചെയ്താൽ എനിക്ക് അത്ര കോൺസെൻട്രേറ്റ് ചെയ്യില്ല. അപ്പൊ ഞാൻ മോർണിംഗ്സ് കുറച്ച് നേരത്തെ എഴുതിട്ട് അത് കേൾക്കുമായിരുന്നു വീഡിയോസ് ആക്ച്വലി ശ്രദ്ധിച്ച് അതിനുവേണ്ടി തന്നെ ഇരുന്ന് കേൾക്കും. അപ്പൊ ഓരോ വീഡിയോസും വളരെ ശ്രദ്ധിച്ച് കേട്ട് നെക്സ്റ്റ് ഇതിലേക്ക് പോകുമ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ ഇൻഫർമേഷൻസ് കൂടുതലായിട്ട് നല്ല രീതിയിലോട്ട് എനിക്കത് മനസ്സിലായി തുടങ്ങി. എന്നുവെച്ചാൽ വളരെയധികം ഇപ്പൊ ക്ലാസ് ആണെങ്കിലും അത് അല്ലെങ്കിൽ വീഡിയോസ് ആണെങ്കിലും ഞാൻ നന്നായി കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെയാണ് അത് കേൾക്കുന്നത്. കാര്യം എനിക്കത് ഭയങ്കര വാല്യൂ ആയിട്ട് തോന്നുന്നുണ്ട്. ഇപ്പൊ ഞാനത് നേരത്തെ ഇതുകൊണ്ട് പഠിച്ചില്ല എന്നുള്ളൊരു റിഗ്രറ്റും ഉണ്ട്. പക്ഷെ നേരത്തെ ഇത് അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ മുമ്പ് എനിക്ക് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഇറ്റ്സ് റിയലി ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ വാല്യൂഡ് ഇൻഫർമേഷൻ തന്നെയാണ് ഈച്ച് ആൻഡ് എവറിത്തിങ്. നോളജ് മാത്രമല്ല, ക്ലാസ്സസ് റിയലി വാല്യൂബിൾ. അപ്പൊ അതുകൊണ്ട് എനിക്കത് കൂടുതൽ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. പിന്നെ എന്താണ് ഇനി അപ്കമിങ് ആയിട്ട് ഞാൻ എങ്ങനെയാണ് ഇതിലേക്ക് കൂടുതൽ ഇൻവോൾവ് ഇതിനോട് എനിക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും. സോ ഇപ്പൊ പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഹാൾ ഓഫ് ഫെയിം റെക്കഗ്നേഷൻ കൂടിയാണ് കവിതയ്ക്ക്. കവിതയുടെ ഈ ഒരു സോഷ്യൽ മീഡിയയിലുള്ള സ്വന്തം ആ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ആൻഡ് സിഗ്നിഫിക്കന്റ് ആയിട്ട് നമ്മുടെ ആ ഒരു റവന്യൂ ആണെങ്കിലും ആ മൈൽ സ്റ്റോൺസ് ആണെങ്കിലും ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു റെക്കഗ്നേഷൻ കൂടിയാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഹാൾ ഓഫ് ഫെയിം റെക്കഗ്നേഷൻ ആണിത്. സോ ഹൗ ഡു യു ഫീൽ? വാട്ട് ഡസ് ദിസ് HOF recognition mean to you? I feel very great. Thank you. സന്തോഷം. സോ കവിത, എന്താണ് മറ്റുള്ള അമ്മമാരോട് കവിതയ്ക്ക് പറയാനുള്ളത്? പെർട്ടിക്കുലർലി ഹു ആർ സ്റ്റിൽ സ്കെയർഡ് ടു ഷോ അപ്പ് ഓർ ടേക്ക് ആക്ഷൻ? ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാനൊരു എന്റർപ്രിനർ ആണ്. അത് നമ്മള് നമ്മള് ഹോം മേക്കർ ആയിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. മദർ ഒത്തിരി കാര്യങ്ങൾ ഇപ്പൊ ഇൻലോസിന്റെ കാര്യങ്ങൾ നമ്മൾ നോക്കാറുണ്ട്. അപ്പൊ അവർക്ക് ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ചെയ്യാം. കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ പിന്നെ അവരുടെ എല്ലാ സ്റ്റഡീസ് എല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഹസ്ബൻഡിന്റെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഫിനാൻഷ്യൽ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇത്രയൊക്കെ ചെയ്യുന്ന അമ്മമാർക്ക് എന്തുകൊണ്ട് ഒരു ബിസിനസ് നല്ല രീതിയിൽ റൺ ചെയ്യാൻ പറ്റുന്നില്ല? കാര്യം എനിക്ക് തോന്നുന്നത്
ഒരു ഹോം മേക്കർ എന്നുള്ള ഇതിനേക്കാൾ വളരെ ഈസിയാണ് ശരിക്കും ഒരു ബിസിനസ് മാനേജ് ചെയ്യാൻ. പക്ഷെ നമ്മളതൊന്ന് ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ ഏതൊരാൾക്കും എഡ്യൂക്കേഷൻ ഇതിലൊരു ആസ്പെക്റ്റേ ഉള്ളൂ. നമുക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു വില്ലിങ്നെസ് നമ്മൾ മുന്നോട്ട് വരണം എന്നുള്ള നമുക്കൊരു ഇന്നർ സ്ട്രെങ്ത്, പിന്നെ ഡെഫിനറ്റ്ലി പ്രയേഴ്സ് അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. മുമ്പ് ഞാൻ അതിന് അത്രയും ഇത് കൊടുത്തിരുന്നില്ല. പക്ഷെ ഡെഫിനറ്റ്ലി ഞാൻ ആ ഒരു prayer ഞാൻ മിക്ക ദിവസവും അമ്പലത്തിൽ പോയിട്ടാണ് ഞാൻ വരുന്ന ഓഫീസിലേക്ക്. പിന്നെ അമ്പലത്തിൽ പോയിട്ടാണ്. അപ്പൊ മുമ്പ് എന്ന് പറയുമ്പോൾ എന്നെ നിർബന്ധിച്ച് അമ്മയൊക്കെ ചൈൽഡ്ഹുഡിലാണെങ്കിൽ നിർബന്ധിച്ച് കൊണ്ടാണ് അമ്പലത്തിൽ പോയി. ഇപ്പൊ എനിക്ക് തന്നെ അറിയാം. എന്ന് വെച്ചാൽ എനിക്കറിയില്ല ഏതൊരു സേർഡിലാണെങ്കിലും എനിക്ക് സ്ട്രഗിൾസ് ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇന്നർ സ്ട്രെങ്ത് എനിക്ക് ശരിക്കും പറഞ്ഞ പ്രേയറിൽ കിട്ടിയത്. അപ്പൊ അത് പ്രേയർ നമ്മൾ കൊടുക്കരുത്. എല്ലാ ദിവസവും നമ്മൾ പ്രേ ചെയ്യണം. ദൈവം എങ്ങനെയെങ്കിലും അതിന്റെ ഒരു പവർ ഉണ്ട്. അപ്പൊ എല്ലാവരും അമ്പലത്തിൽ എല്ലാ ദിവസവും പോകാൻ പറ്റുന്നവരായിരിക്കും. എനിക്ക് വേണ്ടിയുണ്ട്, ഞാൻ അടുത്തായതുകൊണ്ട് എനിക്ക് പോകാൻ സൗകര്യമുണ്ട്. എന്നാലും ഞാനത് മറക്കാറില്ല. പെന്റിക്കോസ്റ്റ് ഞാൻ എല്ലാ ദിവസവും കിട്ടുന്ന ദിവസങ്ങളിൽ എല്ലാ ദിവസവും പോയിട്ടാണ് ഓഫീസിലേക്ക് വരുന്നത്. ഒരു എനർജി, പിന്നെ ആ ഒരു പോസിറ്റീവ്നെസ് എനിക്കുണ്ട്. പിന്നെ നെഗറ്റീവ് തോട്ട്സ് ഒത്തിരി ആളുകൾ പറയുമായിരിക്കും. കാരണം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത്, അതാണ് ഇതാണെന്നുള്ള നെഗറ്റീവ് തോട്ട്സിലൊന്നും നമ്മൾ ഫ്രണ്ട്സും നമുക്ക് വേണ്ട. നെഗറ്റീവ് പറയുന്ന ഫാമിലീസ് ആയിട്ട് നമ്മള് അത് കേൾക്കണ്ടെന്നാണ് ഞാൻ പറയുന്നത്. വെച്ചാൽ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യുക. ഡീമോട്ടിവേറ്റ് ചെയ്യുന്നത് വെച്ച് നമ്മളതൊരു ചലഞ്ചായിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മള് മുന്നോട്ട് വന്ന് അവരെ കാണിച്ചു കൊടുക്കണം. എനിക്കത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ എനിക്കത് സാധിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും അത് സാധിക്കും. ഈച്ച് ആൻഡ് എവ്രി വൺ ക്യാൻ അച്ചീവ്. അപ്പൊ അത് യെസ്. നല്ല രീതിയിൽ ട്രൈ ചെയ്യണം എന്നാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. അതിൽ തന്നെ ഇപ്പൊ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഒരു സംരംഭം റൺ ചെയ്യുമ്പോഴാണെങ്കിലും സോഷ്യൽ മീഡിയ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇപ്പോഴും പേടിയാണ് പലർക്കും ഒന്ന് ഷോ അപ്പ് ചെയ്യാൻ, ഫേസ് കാണിക്കാൻ. പക്ഷെ കവിത ആ ഡിഫറൻസ് ശരിക്കും മനസ്സിലാക്കിയ ഒരാളെന്ന നിലയിൽ എന്ത് അഡ്വൈസ് ആണ് കൊടുക്കാനുള്ളത്? ഈ ഒരു ഫിയർ ഷോ, ആ ഒരു ഫേസ് കാണിച്ച് ഒരു വീഡിയോ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു പേടി. ആ ബിസിനസ് ക്ലോസ് ചെയ്യുന്ന ഒരു ട്രസ്റ്റിലാണ്. ആ യെസ്. ട്രസ്റ്റ് നമ്മൾ അറിയാത്ത എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്ന അറിയാത്ത ഒരാളാണ് നമ്മളായിട്ട് സംസാരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ആ ട്രസ്റ്റ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ക്ലോസ് ചെയ്യാൻ പറ്റും. റേറ്റ് ഒക്കെ പിന്നെ ഉള്ള കാര്യങ്ങളാണ്. നമ്മൾ എത്ര നല്ല സർവീസ് കൊടുക്കാന്നുള്ളത് ഒരു പ്രാവശ്യം നമ്മുടെ സർവീസ് യൂസ് ചെയ്താലേ അവർക്ക് അറിയാം. പക്ഷെ സംസാരിക്കുമ്പോൾ തന്നെ ആ ട്രസ്റ്റ് കമ്മ്യൂണിക്കേഷനിലൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആസ്പെക്ട്സ് ആണ് നമ്മൾ ചെയ്യേണ്ടത്, ആ ആസ്പെക്ട്സ് എല്ലാം നമ്മൾ കൊടുത്ത കമ്മ്യൂണിക്കേഷൻ വളരെ പ്രോപ്പർ ആണെങ്കിൽ ആ ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യാനും പിന്നെ ആ കസ്റ്റമറെ, ഇപ്പൊ എനിക്കുള്ള കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ 10 years ഉള്ള കസ്റ്റമേഴ്സ് സ്റ്റിൽ നമുക്കുണ്ട്. കോർപ്പറേറ്റ് കസ്റ്റമേഴ്സ് ആൻഡ് ഓൾസോ ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സ്. പിന്നെ അവരുടെ ഒരു കുട്ടി ജനിച്ച് ആ കുട്ടി വലുതായി കല്യാണം കഴിക്കാറാവുന്ന ആ സ്റ്റേജ് വരെ ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട്. നമ്മുടെ കസ്റ്റമേഴ്സ് ആ ഒരു ലെവലിലാണ് കസ്റ്റമേഴ്സ് ചിലപ്പോൾ ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കാറുണ്ട്. അപ്പൊ അത്രയും ഒരു ബോണ്ടിങ് ആണ് നമ്മുടെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ളത്. ആ ഒരു ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ട് ചില കസ്റ്റമേഴ്സ് പറയും ഇന്ന സാധനം ബൊട്ടിക്കിൽ എടുത്തിട്ട് അയച്ചോന്ന് പറയും. മാക്സിമം വോളിയം കുറച്ച് പാക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ എത്തിക്കും എന്നുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എവറിത്തിങ് വിൽ ബി ദി ബെസ്റ്റ് എന്നാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. യെസ്. താങ്ക് യു സോ മച്ച് കവിത. സോ പ്രൗഡ് ഓഫ് യു. ഒത്തിരി പേർക്ക്, ഒത്തിരി അമ്മമാർക്കും സ്ത്രീകൾക്കും തീർച്ചയായിട്ടും കവിതയുടെ ഒരു സ്റ്റോറി ഇൻസ്പിറേഷൻ ആവുന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ആൻഡ് ഫോർ മീ ആക്ച്വലി ഐ റിയലി എക്സൈറ്റഡ് സി യു ഷൈൻ ഈവൻ മോർ ദിസ് ഇയർ. ഒരു 1 crore മൈൽ സ്റ്റോണിലേക്ക് എത്രയും വേഗം എത്തട്ടെ എന്നാണ് എന്റെ ആശംസയും പ്രാർത്ഥനകളും ഒക്കെ. എത്രയും വേഗം ആ ഒരു 1 crore എന്നുള്ള ഒരു മൈൽ സ്റ്റോൺ ബ്രേക്ക് ചെയ്യാൻ സാധിക്കട്ടെ. ഓക്കെ, വളരെ സന്തോഷം. സോ അടുത്ത HOF-നും നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ ഇരിക്കാൻ പറ്റട്ടെ. Okay, thank you so much, ma'am. Thank you.